പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, മലയാളികൾ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷ് ഒരിക്കലും കേൾക്കാൻ മലയാളം ശ്രമിക്കുന്നില്ല. നമ്മളെ ചേരുംപടി ചേർക്കലും യെസ് ഓഫ് കോഴ്സ്. ലിസണിങ്, ലാക്ക് ഓഫ് ലിസണിങ് ആണ് മലയാളി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഇവിടെയാണ് ഡൂൾ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് വ്യത്യസ്തമാകുന്നത്. നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്, ഷാഡോ ജിം ആക്ടിവിറ്റീസ്. ഇതിലൂടെ ഫോറിൻ വൊക്കാബുലറി, ഫോറിൻ വോയിസ്, ഫോറിനേഴ്സിൻ്റെ വോയിസ് ക്ലിപ്പുകൾ, AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വോയിസ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഷാഡോ ജിമ്മിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ ഇവർക്ക് ബെസ്റ്റ് ലിസണിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതിലൂടെ അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മലയാളം പഠിച്ച അതേ വഴി ചെയ്ത് പിന്നെ സ്പീക്കിംഗ്. യെസ്, അമ്മ എന്ന് പറയുന്ന കുട്ടി ആയും മായും എഴുതുന്നതിന് പകരം അമ്മ എന്ന് വിളിക്കുന്നത്. അതാണ് മലയാളത്തിലൂടെ വന്ന വഴി. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യുന്നത്. വി ഹാവ് ടു ലിസൺ ഫസ്റ്റ്, ദെൻ സ്പീക്ക് നെക്സ്റ്റ്. അതായത് നമ്മൾ 4 വര കോപ്പിക്ക് പകരം ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓഫ് കോഴ്സ്. അതായത് നമുക്ക് ബെസ്റ്റ് AI ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റി ഷാഡോ ജിമ്മിലൂടെ നമ്മൾ ബെസ്റ്റ് ലിസണിങ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിലൂടെ മലയാളിയുടെ ലിസണിങ് കാപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ദെൻ മലയാളി പക്ക ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിട്ട് മാറും. താങ്ക് യു സോ മച്ച്.